അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ അഖായിദയിലെ 3ാമത്തെ പാഠം ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാന എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് നമുക്കതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന മുഅ്ജിസത്തുകളെക്കുറിച്ചും മഹാന്മാരിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും ഉണ്ടാകുന്ന കറാമത്തുകളെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാന, ഞങ്ങൾ 1,00,000 പേരുണ്ടാകുമായിരുന്നെങ്കിലും ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഹുദൈബിയയിലായിരുന്നു. ഇവിടെ ഹുദൈബിയയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും. ജനങ്ങൾ ദാഹിച്ച് വലഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. ദാഹം കാരണം, ശക്തമായ ദാഹം അനുഭവപ്പെട്ടത് കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ള ഒരു ചെറിയ പാത്രം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുള്ള ഒരു ചെറിയ പാത്രം, അതിൽ ചെറിയ പാത്രം വെള്ളം മാത്രം നബി തങ്ങളുടെ കയ്യിൽ, കുറച്ച് വെള്ളം, ആ ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം മാത്രമേ നബി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിൽ കൈ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറിയ പാത്രത്തിലെ വെള്ളത്തിൽ കൈ വെച്ചു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങി. സംഘത്തിലുണ്ടായിരുന്ന 1500ഓളം പേർ കുടിക്കുകയും ഉളൂ എടുക്കുകയും ചെയ്തു. ആ യാത്രയിലുണ്ടായിരുന്ന, ഹുദൈബിയയിലായിരുന്ന പറഞ്ഞില്ലേ, അപ്പോൾ ആ സംഘത്തിലുണ്ടായിരുന്ന 1500ഓളം പേര് അവർ കുടിക്കുകയും ചെയ്തു. പോരാത്തതിന് അവരെന്ത് ചെയ്തു? ഉളൂ എടുക്കുകയും ചെയ്തു. എന്നിട്ടും വെള്ളം ബാക്കിയായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു ആ പാത്രത്തിലെ വെള്ളം എന്തായിരുന്നു? ബാക്കിയായിരുന്നു. ഇങ്ങനെയുള്ള നിരവധി മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഒരു മുഅ്ജിസത്താണ് ഇവിടെ എന്ത് ചെയ്തത്? പറഞ്ഞത്. ഇനി എന്താണ് മുഅ്ജിസത്ത് എന്നൊക്കെയാണ് ഇതിൽ വിശദീകരിക്കാൻ പോകുന്നത്. അസാധാരണമായ അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രവാചകത്വവാദത്തിന് ശക്തി പകരുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. എന്തിനാ മുഅ്ജിസത്ത് എന്ന് പറയുക? അസാധാരണമായി അമ്പിയാക്കളിൽ നിന്നുള്ള, അസാധാരണമായി ഉണ്ടാകണം. സാധാരണ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. എല്ലാവരും കയ്യിൻ്റെ വിരലിൽ കൂടെ വെള്ളം വരലുണ്ടോ? ഇല്ല. അപ്പോൾ സാധാരണ ഉണ്ടാവാത്ത പതിവിന് എതിരായിട്ട് വരണം. അപ്പോഴാണ് അതെന്താവുക? മുഅ്ജിസത്തായിട്ട് മാറുക. അതാ പറഞ്ഞത്, അസാധാരണമായി അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന, ആരെങ്കിലും നിന്നുണ്ടാകില്ല, അമ്പിയാക്കളിൽ നിന്നുണ്ടാകണം, നബിമാരിൽ നിന്നുണ്ടാകണം. അപ്പോഴാണ് മുഅ്ജിസത്താകുക. നബിമാരിൽ നിന്നുണ്ടാകുന്ന പ്രവാചകത്വവാദത്തിന് ശക്തി പകരുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഞാൻ പ്രവാചകനാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നബിമാർ പറയുമ്പോൾ അതിന് തെളിവെന്താന്ന് ജനങ്ങൾ ചോദിച്ചാൽ അവിടെ കാണിച്ചു കൊടുക്കുന്ന സംഗതികളാണ് ഇത് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതാ പറഞ്ഞത്, പ്രവാചകത്വവാദത്തിന് ശക്തി പകരുന്ന, പ്രവാചകനാണ് എന്ന് നബിമാർ പറയുമ്പോൾ അതിനുള്ള തെളിവായിട്ട് അവർ കാണിക്കുന്നതാണ് ഇത് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. പകരുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. കേട്ടില്ലേ? പ്രവാചകന്മാർ അല്ലാഹു തആല അയച്ച ദൂതരാണെന്നതിൻ്റെ തെളിവാണ് ഇവ. കണ്ടാ, പ്രവാചകന്മാർ അല്ലാഹു തആല അയച്ച ദൂതന്മാരാണ് എന്നതിൻ്റെ തെളിവാണ് ഏത്? ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. കാരണം എന്താ? ഖുർആനോട് തുല്യമായ ഒന്ന് 1400 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇതുവരെ ആർക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഖുർആൻ പോലെ മറ്റൊരു ഗ്രന്ഥം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എത്ര വലിയ സാഹിത്യ തമ്പുരാക്കന്മാർ, അറബി സാഹിത്യകാരന്മാരും അറബി ഗ്രാമർ പഠിച്ചവരൊക്കെ ഇവിടെ ജീവിച്ചു പോയി. ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ചു പോയി. എന്നിട്ടും ഖുർആനിലെ ഒരു സൂറത്ത് പോയിട്ട് ഒരായത്തിനോട് തുല്യമായത് കൊണ്ടുവരാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഒരാൾക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണെന്ന് പറയുന്നത്? ഖുർആനാണ് എന്ന് പറയുന്നത്. മുഅ്ജിസത്ത് എങ്ങനെയാണ് തെളിവാകുന്നത്? സഈദ് ചോദിച്ചു. സഈദിൻ്റെ ചോദ്യം, മുഅ്ജിസത്ത് എങ്ങനെയാണ് തെളിവാവുക എന്ന്. ലോകത്ത് എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് അല്ലാഹു തആലയാണ്. എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു തആലയാണ്. അത്ഭുത കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് അല്ലാഹു തആല തന്നെയാണ്. ഓരോ അത്ഭുതം ഉണ്ടാകുന്നുണ്ടെങ്കിലും അതും സൃഷ്ടിക്കുന്നത് ആര് തന്നെയാണ്? അല്ലാഹു തആല തന്നെയാണ്. ഒരാൾ വന്നുകൊണ്ട് ഞാൻ അല്ലാഹു തആല അയച്ച ദൂതനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നതാണ് ഈ അത്ഭുതങ്ങൾ. എങ്ങനെ? ഒരാൾ വന്നുകൊണ്ട് ഞാൻ അല്ലാഹു തആല അയച്ച ദൂതനാണെന്ന് പറഞ്ഞു.
അങ്ങനെ അത് പറയുമ്പോൾ അതിൻ്റെ തെളിവായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് ഏത് ഈ അത്ഭുതം, ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദൂതനാണെന്നതിന് തെളിവായിട്ട് കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾക്കാണ് എന്താ പറയുക മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. നേരത്തെ നമുക്കൊക്കെ അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പുലർത്തിയ സംഭവം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ പാമ്പ് കൊത്തിയപ്പോൾ അവിടുത്തെ തുപ്പുനീര് പുരട്ടിയിട്ട് വിഷമിറങ്ങിയ സംഭവം, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. മാൻപേടകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ച സംഭവം നമ്മളെവിടെയെങ്കിലും കേട്ടുകണം, ഏതെങ്കിലും മൃഗം എന്നോട് സംസാരിച്ച് മറ്റവരോട് സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ആ സംസാരിച്ച സംഭവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അവരുടെ റസൂൽ ദൂതനാണ് എന്നതിനുള്ള തെളിവായിട്ട് അല്ലാഹു തആല നൽകിയതാണ്. നബിമാർക്കുള്ള മുഅ്ജിസത്ത് അതിന് നൽകിയതാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആരാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്? ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ പ്രവാചകനാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നാലിൻ്റെ മുഅ്ജിസത്ത് ഇന്നാലിൻ്റെ സംഭവം കാണിച്ചു തരണം. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞില്ലേ, കരിമ്പാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗർഭിണിയായ ഒട്ടകത്തെ കൊണ്ട് പുറപ്പെടുവിക്കാൻ. ഇങ്ങനെയൊക്കെ ജനങ്ങൾ പറയുന്ന സമയത്ത് ആരാണ് ഇത് സൃഷ്ടിക്കുന്നത്? അതിൻ്റെ മറുപടിയാണ് ആര്? അല്ലാഹു തആല. ആരാണ് സൃഷ്ടിക്കുന്നത്? എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. അതുപോലെ തന്നെ അമ്പിയാക്കളിൽ നിന്നുള്ള മുഅ്ജിസത്തും സൃഷ്ടിക്കുന്നത് ആരാണ്? അല്ലാഹു തആല തന്നെയാണ്. നബിമാർ പ്രവാചകത്വം വാദിക്കുമ്പോൾ അതിന് അല്ലാഹു തആല നൽകുന്ന അംഗീകാരമാണ് മുഅ്ജിസത്തുകൾ. നബിമാർ പ്രവാചകത്വം വാദിക്കുമ്പോൾ ജനങ്ങളോട് വന്നിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ അതിന് അല്ലാഹു തആല നൽകുന്ന അംഗീകാരമാണ് ഏത്? മുഅ്ജിസത്തുകൾ. അവർക്ക് നൽകുന്ന അംഗീകാരങ്ങൾ, സാധാരണയ്ക്ക് വിപരീതമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ, അതാണ് ഏത്? മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇനി മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. എന്താ അർത്ഥം? വറസൂലൻ ഇലാ ബനി ഇസ്രായേൽ സന്തതികളിലേക്ക് ദൂതനായിട്ടാകും അദ്ദേഹം നിയുക്തനാവുക. ഇസ്രായേലി സന്തതികളിലേക്ക് ദൂതനായിട്ടാകും അദ്ദേഹം നിയുക്തനാവുക. ആരെ പറ്റിയാണ് പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി പറയുന്നത്. അന്നേ ഖദ് ജിഅ്തുകും ബി ആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അന്നേ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപം നിർമ്മിക്കുകയും എന്നിട്ട് ഞാനതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയാൽ അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്ത് പറയണം അവിടെ. എന്താ പറഞ്ഞത്? കളിമണ്ണിനാൽ ഒരു പക്ഷിയുടെ രൂപം നിർമ്മിക്കുകയും ഞാനതിൽ ഊതുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അതെന്തായിത്തീരും? ഒരു പക്ഷിയായിത്തീരും. എന്നിട്ട് വീണ്ടും പറയുന്നു, വ ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വ ഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്. ജന്മനാ കാഴ്ചയില്ലാത്തവനെയും പാണ്ഡി രോഗിയെയും ഞാൻ സുഖപ്പെടുത്തും. ജന്മനാൽ കാഴ്ചയില്ലാത്ത, ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് കാഴ്ചയില്ല, ആ കാഴ്ചയില്ലാത്തവന് കാഴ്ചശക്തി എന്ത് ചെയ്യും? തിരിച്ചു നൽകും. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗമുള്ളവരുടെ രോഗം ചെയ്യും? സുഖപ്പെടുത്തും. അള്ളാഹുവിൻ്റെ അനുമതിയാൽ മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. വ ഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതിയാൽ മരിച്ചവരെ ഞാൻ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഇതാരുടെ മുഅ്ജിസത്താണ്? ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. വ ഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ തിന്നുന്നതും തിന്നാനായി സൂക്ഷിച്ച് വച്ചിരിക്കുന്നതും ഞാൻ പ്രവചിക്കും. നിങ്ങൾ തിന്നുന്നതും നിങ്ങൾ തിന്നാനായി സൂക്ഷിച്ച് വെച്ചതും ഞാൻ എന്ത് ചെയ്യും? പ്രവചിക്കും. നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ച് വെച്ചതിനെ ഞാൻ എന്ത് ചെയ്യും? പ്രവചിക്കും. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കിതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇപ്പോൾ ഈ ആയത്ത് എന്തിനാണ് കൊടുത്തത്? ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്തിനെ കുറിച്ച് ഒന്ന് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ പക്ഷിയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തത് പാണ്ഡുരോഗം സുഖപ്പെടുത്തുന്നു. ജന്മനാൽ അന്ധരായവരുടെ കാഴ്ച തിരിച്ചു നൽകുന്നു, സുഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടെ മരിച്ചവരെന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഇതാരുടെ മുഅ്ജിസത്താണ്? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താണ് ഈ ആയത്തിലൂടെ പറഞ്ഞത്. എല്ലാ നബിമാർക്കും മുഅ്ജിസത്തുണ്ടായിട്ടുണ്ട്.
നബിമാർ അല്ലാത്തവർ അത്ഭുതം കാണിക്കുന്നില്ലേ? റാഷിദ് ചോദിച്ചു. എല്ലാ നബിമാർക്കും എന്തുണ്ടായിട്ടുണ്ട്? മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റാഷിദിൻ്റെ ചോദ്യം, നബിമാരല്ലാത്തവരും ഇവിടെ അത്ഭുതം കാണിക്കുന്നില്ലേ എന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ്, ഉണ്ട്. ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് കറാമത്തുകൾ. നബിമാർ കഴിഞ്ഞാൽ പിന്നെ ആരാ? ഔലിയാക്കൾ. ആ ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്നതാണിത്. ഏതാണ് കറാമത്ത് എന്ന് പറയുന്നത്? ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതത്തിന് എന്താ പറയുക? കറാമത്തുകൾ എന്നാണ് പറയുന്നത്. ആ വലിയ ഏത് നബിയുടെ അനുയായിയാണോ ആ നബിയുടെ മുഅ്ജിസത്തിൻ്റെ ഭാഗമാണത്. ആ വലിയ ഏത് നബിയുടെ അനുയായിയാണോ, ഏത് നബിയുടെ സമുദായത്തിൽ വന്നതാണോ ആ നബിയുടെ മുഅ്ജിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ കാണിക്കുന്ന അത്ഭുതം. ഇവരല്ലാത്തവരും അത്ഭുതം കാണിക്കാറുണ്ടല്ലോ. നബിമാരും ഔലിയാക്കളും അല്ലാത്തവരും അത്ഭുതം കാണിക്കാറുണ്ടല്ലോ. ആരിഫ് ചോദിച്ചു. ആരിഫിൻ്റെ ചോദ്യമാണത്. അവ ഒന്നുകിൽ മാജിക്കാണ്. അപ്പോൾ മറുപടി കൊടുക്കുകയാണ്, അവ ഒന്നുകിൽ എന്തായിരിക്കും? മാജിക് ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? സിഹിറാണ്. അല്ലെങ്കിൽ എന്താണിത്? സിഹിറാണ്. അവ എല്ലാവർക്കും പഠിച്ച് ചെയ്യാൻ സാധിക്കും. മാജിക് ആണെങ്കിലും സിഹിറാണെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ച് പരിശീലനത്തിലൂടെ ആർക്കും അതെന്ത് ചെയ്യാൻ കഴിയും? ചെയ്യാൻ കഴിയും. എന്നാൽ സിഹിർ ചെയ്യൽ ഹറാമാണ്. ഇവിടെ ഒരു വിഷയം പറഞ്ഞതാണ്. സിഹിർ ചെയ്യൽ എന്താണ്? ഹറാമാണ്. സിഹിർ ചെയ്യാനെന്തില്ല? പാടില്ല. അത് ഹറാമാണ്. മാരടം ചെയ്യൽ അത് വൻ കുറ്റങ്ങളിൽ പെട്ടതാണ്. വലിയ തെറ്റാണേത്? സിഹിർ ചെയ്യുക എന്ന് പറയുന്നത്. വ്യാജ പ്രവാചകത്വവാദിയിൽ നിന്ന് അസാധാരണമായി ഒരു കാര്യവും ഉണ്ടാവുകയില്ലേ? കള്ളപ്രവാചകത്വം വാദിക്കുന്നവരിൽ നിന്ന് അസാധാരണമായ കാര്യങ്ങൾ ഉണ്ടാവുകയില്ലേ? ഷാഹിദ് ചോദിച്ചതാണത്. കള്ളപ്രവാചകത്വം വാദിക്കുന്നവരിൽ നിന്ന് അസാധാരണമായി കാര്യങ്ങൾ ഉണ്ടാവാറില്ലേ എന്ന്. അപ്പോൾ അതിൻ്റെ മറുപടി ഷാഹിദ് ചോദിച്ചതാണത്. അസത്യവാദിയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവല്ലാതെ വ്യാജനിൽ നിന്ന് ഒരത്ഭുതവും ഉണ്ടാവുകയില്ല. അസത്യവാദിയാണ്, കള്ളപ്രവാചകനാണെന്നുള്ള വാദത്തിന് വ്യക്തമാകുന്ന തെളിവുകളല്ലാതെ വ്യാജനിൽ നിന്ന് ഒരത്ഭുതവും ഉണ്ടാവുകയില്ല. കള്ളപ്രവാചകനാണെന്ന് തെളിയുന്ന അടയാളങ്ങളൊക്കെ അത്ഭുതങ്ങളൊക്കെ ഓനിലുണ്ടാവും. ആ പറയുന്നൊന്ന്, മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുത്ത് ഒരു കണ്ണ് നഷ്ടപ്പെട്ട ഒരാൾ വന്നു. മുസൈലിമത്തുൽ കദ്ദാബ് തന്നെ കള്ളപ്രവാചകത്വം വാദിച്ച് വന്ന ആളാണ്. അവൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? കണ്ണ് നഷ്ടപ്പെട്ട ഒരാൾ വന്നു. തൻ്റെ അന്ധതയെക്കുറിച്ച് മുസൈലിമയോട് പരാതിപ്പെട്ടു. കാഴ്ചയില്ലാത്തതിനെക്കുറിച്ച്, കണ്ണ് കാണാത്തതിനെക്കുറിച്ച് മുസൈലിമത്തുൽ കദ്ദാബിനോട് എന്ത് ചെയ്തു? പരാതിപ്പെട്ടു. മുസൈലിമ അയാളുടെ കാഴ്ചയില്ലാത്ത കണ്ണിൽ തടവി. അയാളുടെ കാഴ്ചയില്ലാത്ത കണ്ണുണ്ടല്ലോ, അതങ്ങോട്ട് തടവി. അതോടെ കാഴ്ച ശക്തിയുള്ള മറ്റേ കണ്ണും നഷ്ടപ്പെട്ടു. മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകത്വം വാദിച്ച് വന്ന അവൻ്റെ അരികിൽ കാഴ്ചശക്തിയില്ലാത്ത ഒരു മനുഷ്യൻ വന്ന് പരാതിപ്പെടുന്നു. അവൻ ആ കാഴ്ചശക്തിയില്ലാത്ത കണ്ണങ്ങോട്ട് തടവിയപ്പോൾ കാഴ്ചശക്തിയുള്ള മറ്റേ കണ്ണിൻ്റെ കാഴ്ച എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇതിന് അത്ഭുതം എന്നല്ല, അപമാനിക്കൽ, ഇഹാനത്ത് എന്നാണ് പറയുക. അപമാനിക്കലല്ലത്. അയാൾ അപമാനിതനായി പോയില്ലേ? ആര്? കള്ളപ്രവാചകത്വം വാദിച്ചു വന്ന ആ മുസൈലിമത്തുൽ കദ്ദാബ് എന്തിനാ തടവിയത്? അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തുണ്ടായത്? മറ്റേ കണ്ണിൻ്റെ കാഴ്ച കൂടെ പോയി. അപ്പോൾ അയാൾ അപമാനിതനായില്ലേ? അതിന് എന്താ പറയുക? ഇഹാനത്ത് എന്നാണ് അതിന് പറയുന്നത്. വൽ മുഅ്ജിസത്തു അംറുൻ ഖാരിഖുൻ ലിൽ ആദതി ഖുസിദ ബിഹി ഇദ്ഹാറു സിദ്ഖ് മൻ ഇദ്ദഅ അന്നഹു റസൂലുള്ളാഹി തആല. വൽ മുഅ്ജിസത്തു, ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അംറുൻ ഖാരിഖുൻ ലിൽ ആദതി, സാധാരണയ്ക്ക് വിപരീതമായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. എന്തിനാണ് അത് ഉണ്ടാകുന്നത്? ഖുസിദ ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു ഇദ്ഹാറു സിദ്ഖ് മൻ ഇദ്ദഅ അന്നഹു റസൂലുള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന് വാദിക്കുന്നവരുടെ സത്യസന്ധതയെ വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയ്ക്ക് വിപരീതമായിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് എന്ത് എന്ന് പറയുന്നത്? മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? ആൻസർ ഖുർആൻ. രണ്ട്, സിഹിർ ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ആൻസർ ഹറാം. മൂന്ന്, ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആരാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്? ആൻസർ അല്ലാഹു തആല. ഇനി രണ്ടാമത്തത് നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, എന്താണ് മുഅ്ജിസത്ത്? ആൻസർ അസാധാരണമായി അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രവാചകത്വവാദത്തിന് ശക്തി പകരുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. രണ്ട്, എന്താണ് കറാമത്ത്? ആൻസർ ഔലിയാക്കളിൽ നിന്നുമുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് കറാമത്ത്. മൂന്ന്, എന്താണ് ഇഹാനത്ത്? ആൻസർ അപമാനം. ഇഹാനത്ത് പറഞ്ഞാൽ അപമാനം.
ഇനി 4, മുഅ്ജിസത്ത് ശക്തി പകരും എന്തിന്? ആൻസർ പ്രവാചകത്വ വാദത്തിന്. 5, മുഅ്ജിസത്ത് തെളിവാണ് എന്തിന്? ആൻസർ പ്രവാചകന്മാർ അല്ലാഹു തആല അയച്ച ദൂതന്മാരാണെന്നതിന്. 6, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തുകളിൽ 2 എഴുതുക. ആൻസർ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തും. 7, മുസൈലിമ ഒരാളുടെ കണ്ണിൽ തടവിയപ്പോൾ എന്ത് സംഭവിച്ചു? ആൻസർ കാഴ്ച ശക്തിയുള്ള മറ്റേ കണ്ണും നഷ്ടപ്പെട്ടു. ഇനി തഖ്സീസ് 3, ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിവായ മുഅ്ജിസത്ത് വിവരിക്കുക. ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഹുദൈബിയയിലായിരുന്നു. ജനങ്ങൾ ദാഹിച്ച് വലഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തുള്ള ഒരു ചെറിയ പാത്രം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിൽ കൈവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവപ്പെട്ടി ഒഴുകാൻ തുടങ്ങി. സംഘത്തിലുണ്ടായിരുന്ന 1500ഓളം പേർ കുടിക്കുകയും വുളു എടുക്കുകയും ചെയ്തു. എന്നിട്ടും വെള്ളം ബാക്കിയായിരുന്നു. ഇനി അതിലെ തഖ്സീസിൽ 2, നബിമാരും മുഅ്ജിസത്തുകളും എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. പ്രസംഗമാണ്. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠി സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ നബിമാരും മുഅ്ജിസത്തും എന്ന വിഷയത്തിൽ അല്പം സംസാരിച്ച് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കും. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസാധാരണമായി അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രവാചകത്വ വാദത്തിന് ശക്തി പകരുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. പ്രവാചകന്മാർ അള്ളാഹു അയച്ച ദൂതന്മാരാണെന്നതിൻ്റെ തെളിവാണ് മുഅ്ജിസത്ത്. എല്ലാ നബിമാർക്കും മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മുഅ്ജിസത്ത് വെളിവാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹുദൈബിയയിൽ ആയിരിക്കുമ്പോൾ ജനങ്ങൾ ദാഹിച്ചു വലഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ചെറിയ പാത്രം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാത്രത്തിൽ കൈവച്ചു. നബിയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവപ്പെട്ടി ഒഴുകാൻ തുടങ്ങി. സംഘത്തിലുണ്ടായിരുന്ന 1500ഓളം പേർ കുടിക്കുകയും വുളു ചെയ്യുകയും ചെയ്തു. എന്നിട്ടും വെള്ളം ബാക്കിയായി. ഇങ്ങനെ ഒട്ടനവധി മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിവാക്കിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഇരുലോകത്തും വിജയം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.